88 പെണ്ണിനെ കണ്ടതിന് ശേഷമാണ് മാമിയെ കിട്ടിയത്. ധ്യാൻ കാരണവും ആലോചന മുടങ്ങിയിട്ടുണ്ട്. മാമന്റെ വിവാഹത്തെക്കുറിച്ച് വിനീത് ശ്രീനിവാസൻ. ഒരു ജാതി ജാതകം എന്ന ചിത്രത്തിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലാണ് വിനീത് ശ്രീനിവാസനും സംഘവും. എം മോഹനനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. രാകേഷ് മാന്തോടിയാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയത്. നമുക്കറിയാവുന്ന ആളുകളുടെ ജീവിതത്തിലൂടെ പോകുന്ന കഥയാണ്. ഈ സിനിമയുടെ കഥ വായിക്കുമ്പോൾ അങ്ങനെ കുറെ കണക്ഷനുകൾ തോന്നിയിരുന്നു. അമ്മാവന്റെ പെണ്ണുകാണലിനെ കുറിച്ചും വിവാഹത്തെക്കുറിച്ചും വിനീഷും രാകേഷും സംസാരിച്ചിരുന്നു. 88 വരെ കണ്ടിട്ട് പിന്നെ പ്രീവിയസ് പോയി, അതിലൊരാളാണ് ഞങ്ങളുടെ മാമി എന്നായിരുന്നു രാകേഷ് പറഞ്ഞത്. അതിൽ ധ്യാനിന്റെ പാർട്ടിസിപ്പേഷനും ഉണ്ട്. എന്റെ ചേച്ചി, വിനീതിന്റെ അമ്മ, ധ്യാൻ ഇവരൊക്കെയാണ് പെണ്ണ് കാണാൻ പോകുന്നത്. ധ്യാൻ ചെറിയ കുട്ടിയായതിനാൽ അവനെയും അവർ കൂടെ കൂട്ടും. ഒരാലോചന റിജക്ട് ചെയ്യാൻ കാരണം ധ്യാനാണ്. അവിടെ നിന്ന് എന്തോ കഴിച്ചിട്ട് കൈ കഴുകാൻ പോയതാണ്. വാഷ് ബേസിന് അടിയിൽ ചിലന്തി വല എന്തോ കണ്ടു. ഇത്രയും പ്രധാനപ്പെട്ട ദിവസം ഇവിടെയുള്ള സ്ത്രീകൾ, പ്രത്യേകിച്ച് മാമന്റെ വധുവായി വരേണ്ട പെൺകുട്ടി, ഇത് ക്ലീനാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നാലും ഇതായിരിക്കില്ല അവസ്ഥ എന്നായിരുന്നു ധ്യാൻ ചോദിച്ചത്. അവനന്ന് കുലപുരുഷനായിരുന്നു എന്നായിരുന്നു വിനീത് പറഞ്ഞത്. വിമലാന്റിയാണ് മാമന്റെ പല പ്രണയങ്ങളും പൊക്കുന്നത്. ടീഷർട്ടൊക്കെ ഇട്ട് ബൈക്കിൽ നല്ല സ്റ്റൈലിഷ് ആയാണ് അദ്ദേഹം വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. സുന്ദരികളായ ചെറുപ്പക്കാരികൾ മാമന്റെ പുറകിൽ വരും. അവിടെ എൻട്രി ഗേറ്റിൽ വിമലാന്റി ഉണ്ടാകും. പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ഉയരം ഓക്കെയാണോ എന്നൊക്കെ നോക്കുന്നത് ആന്റിയാണ്. നല്ല പേരാണോ എന്നൊക്കെ ഇവര് നോക്കും. പെണ്ണുകാണാനിടയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടാൽ രസകരമാണ്. ഒരു ഡയറക്ടർക്ക് ഏറ്റവും നന്നായി കണക്ട് ആവുന്ന സിനിമയാണ് ഇതെന്നും വിനീത് പറയുന്നുണ്ടായിരുന്നു. 5 സഹോദരിമാരാണ് മാമന്. അവരുടെ ഡിമാൻഡുകളൊക്കെ ആലോചിച്ച് നോക്കൂ. ധ്യാനിന് വരെ ഡിമാൻഡ് ഉണ്ട്. അവൻ പോയിട്ട് വന്നിട്ട് ഓരോന്ന് പറയും. അതെയോ മാമ എന്ന് ചോദിക്കും. അത് പോകും. ഞാനൊരൊറ്റ ആലോചന പോലും മുടക്കിയിട്ടില്ല. ഈ ഏരിയയിൽ പോലും ഞാൻ വന്നില്ല എന്നായിരുന്നു വിനീത് പറഞ്ഞത്.